ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വ്ലോഗില് ഒരു സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. കൽക്കണ്ടം ദ ഡിയോ ഡയറീസിൽ എൻ്റെ പാർട്ട്ണറും എൻ്റെ ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ള ഷെയ്ൻ മോൻ്റെ ബർത്ത്ഡേ ആണ് നമ്മളിന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നേരത്തെ തന്നെ ഞാൻ എണ്ണീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആളിതുവരെ എണ്ണീറ്റിട്ടില്ല. എണ്ണീക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സർപ്രൈസ് ഒക്കെ പൊളിയും. ബർത്ത്ഡേ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്ക് കയ്യിൽ കിട്ടി. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബർത്ത്ഡേ ഡെക്കറേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബർത്ത്ഡേ ഡെക്കറേഷൻ കിറ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ പരിപാടി ഡെക്കറേഷൻ തുടങ്ങിയാലോ. ബർത്ത്ഡേയുടെ അന്ന് രാവിലെയാണ് ഞാൻ ഈ കിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് പോലും. കാരണം ഇന്നലെയൊക്കെ ആളെൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഞാനപ്പം പെതുക്കെ ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങാനായിട്ട് പോവുകയാണ്. ഈ ഡെക്കറേഷൻ കിറ്റിനകത്ത് ഉള്ളത് 2 പീസ് വൈറ്റ് ഡെക്കറേഷൻ നെറ്റ്, അതുപോലെ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബാനർ, LED ലൈറ്റ്, പിന്നെ 20 പീസ് ബലൂൺ. ഇതൊക്കെ നമുക്ക് ഈ ഒരു കിറ്റിന്റെ കൂടെ കിട്ടുന്നുണ്ട്. വീട്ടിൽ ബർത്ത്ഡേ ഇവന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെക്കറേഷൻ കിറ്റാണ് കേട്ടോ ഇത്. ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ബലൂൺ നമുക്ക് വീർപ്പിക്കാൻ കുറച്ച് പാടായതുകൊണ്ട് ഞാൻ അതിനകത്ത് ബലൂൺ ഹാൻഡ് പമ്പും കൂടെ വാങ്ങിച്ചായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മുടെ ബലൂണുകളൊക്കെ സെറ്റ് ചെയ്യാന്ന് വെച്ചു. അതിനുവേണ്ടി നമ്മുടെ ഹാൻഡ് പമ്പ് എടുത്തുകൊണ്ട് വന്ന് പണി തുടങ്ങി. നമ്മുടെ കിറ്റിനുള്ളിൽ ബലൂൺ ആർച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ സ്ട്രിപ്പിൽ ബലൂണുകൾ അറ്റാച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഹോളുകളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോരോ ബലൂണുകളായിട്ട് പമ്പ് ചെയ്ത് ആ സ്ട്രിപ്പിൽ അറ്റാച്ച് ചെയ്തു. അങ്ങനെ നമ്മുടെ കിറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വെച്ച് നമ്മൾ ഡെക്കറേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഷെയ്ൻമോൻ ഇത് ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഷെയ്ൻമോൻ കേക്ക് കട്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ. ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞ് അവിടെയെല്ലാം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇനി കേക്ക് ബേക്ക് ചെയ്തത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഉണ്ടാക്കിയ കേക്ക് ഇതാണ്. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് വിത്ത് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ്. നമ്മളിത് മുറിക്കാൻ പോവാണേ. ഇതാണ് ഷെയ്ൻമോൻ്റെ ബർത്ത്ഡേ കേക്ക്. നമ്മൾ വളരെ സിമ്പിളായിട്ട് അതും വളരെ പെട്ടെന്ന് ചെയ്തെടുത്തൊരു കേക്കാണ്. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളിനെ വിളിച്ചുകൊണ്ട് വന്നേക്കാണേ. അപ്പായും അമ്മയും പുറകെ വരുന്നുണ്ട്. ഷെയ്ൻമോനോട് ഞാൻ കഥ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാണ്. കഥ തുറന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചെറുതായിട്ട് ആളൊന്ന് കണ്ടു നമ്മുടെ ഡെക്കറേഷനൊക്കെ. എന്നിട്ട് എന്നെ സൂക്ഷിച്ചൊരു നോട്ടമൊക്കെ നോക്കി. ഇതൊക്കെ എപ്പം നടത്തി എന്നുള്ളൊരു ചോദ്യമായിരുന്നു ചാച്ചുവിൻ്റെ മനസ്സിൽ. ചാച്ചുവിനെ കണ്ടിട്ട് സന്തോഷമായേ. നേരത്തെ ഇങ്ങനെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. ബർത്ത്ഡേ കേക്ക് മുറിക്കും, പായസം വെക്കും, പക്ഷെ ഡെക്കറേഷനൊക്കെ അങ്ങനെ ചെയ്യുന്ന പതിവില്ല. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്കൊക്കെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറൊക്കെ നമ്മൾ എഴുതി വെച്ച് കൊടുത്തു. അങ്ങനെ അച്ചാച്ചനും മമ്മിയും വന്നു. നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും കൂടെ ചേർന്ന് ചാച്ചുനെ വിഷ് ചെയ്തു. സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിച്ചു. വിക്രമാദിത്യന് വേതാളം പോലെ നടക്കുന്നിടത്ത് ഞാൻ സമയം കണ്ടെത്തി ഉറങ്ങിയ സമയത്ത് വന്ന് ഒപ്പിച്ചതാ. എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിരുന്നില്ലേ? ഈ പ്രാവശ്യം കൊള്ളാം കേട്ടോ. ഷോൾ മുറിച്ചാണ്. ശരിക്കും അല്ല, അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. അല്ലെന്ന് ശരിക്കും പറഞ്ഞ അല്ലേ, സൂപ്പർ ആയിരുന്നു. കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ കത്തി വേന്ദ്രത്ത് തന്നെ ഇത്ര ഒപ്പിക്കണമെങ്കിൽ നല്ല സമയം എടുത്ത് കാണും. ബലൂണൊക്കെ വീർപ്പിച്ച് ഇതെങ്ങനെ വീർപ്പിച്ച് ഉണ്ടായിരുന്നു. നമ്മുടെ മേടിച്ചു, വേറെ മേടിച്ചോ? ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എന്തായാലും പൊളിച്ചു കുഞ്ഞുകുട്ട. അടിപൊളിയായിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി. കേക്ക് നല്ലതായിരുന്നു, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സംഭവം സെറ്റപ്പ് ഒന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഉണ്ടാക്കുമെന്ന്. എല്ലാ വർഷവും ഞാൻ വ്യത്യസ്തമായ സംഭവം എല്ലാം പൊളിച്ചു. സർപ്രൈസ് ഗിഫ്റ്റാ സാധാരണ തരുന്നത്. ഗിഫ്റ്റ് എന്റെ ഗിഫ്റ്റ് ഉണ്ട്.
കണ്ടില്ല. ഗിഫ്റ്റ് ആണോന്ന് ചാച്ചനറിയാം. ആ. അപ്പൊ വേറൊരു രീതിയിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പറ്റുന്ന പോലെ ചെയ്തു. എനിക്കറിയാം ഒരു നിമിഷം പോലും മാറിയിരിക്കത്തില്ല. ആ സമയത്ത് രാവിലെ നേരത്തെ എണീക്കാത്ത ഞാൻ ഇന്ന് ഇച്ചിരി നേരത്തെ എണീറ്റ് വന്ന് ചെയ്തത്. എന്നെ കൂട്ടാതെ വന്ന് ഇതെല്ലാം ശരിയാക്കി. പിന്നെ എട്ടരയ്ക്ക് പിന്നെ എന്നാലും ഒഴിവാക്കിയല്ലേ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു. പിന്നെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പോയി ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിച്ചു. ഞാൻ ചാച്ചുവിന് വേണ്ടിയിട്ട് 2 ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നു. ചാച്ചു ആഗ്രഹിച്ച 2 സാധനം തന്നെയാണ് ഞാൻ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചത്. അപ്പം നമുക്കത് ചാച്ചുവിന് കൊടുക്കാം. എന്നാ പിന്നെ എന്റെ ഗിഫ്റ്റിങ് തന്നാട്ടെ. ഒത്തിരി നേരം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ആ ഗൈസ്, നമ്മള് ചാച്ചു നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. കവർ പോലും ഓടിച്ചിട്ട് ആമസോൺ നോക്കാം. ഇതെന്തോ ഇത്? ആ മനസ്സിലായി. സൂപ്പർ ആയിട്ടുണ്ട്. വെച്ചോക്കട്ടെ, സ്റ്റൈലാവാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നിങ്ങൾ കമന്റ് ഇടണം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. നീ ഇതോടെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. എൻ്റെ ഭാര്യ എനിക്ക് സ്നേഹപൂർവ്വം എൻ്റെ ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റ് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കാൻ പോവാം. പൊട്ടുന്നില്ലല്ലോ. ഇതിന് വള്ളിയൊക്കെ ചാടുന്നു. ഓ വാവ്, ഇത് കൊള്ളാമല്ലോ. ഇത് കൂടിയ ഐറ്റമാണോ മേടിച്ചേ? അല്ല, നല്ല റിവ്യൂ ഉള്ളതാ. ഇതെല്ലാം MRP എത്രയാ? MRP ഇല്ല. കൊള്ളാമല്ലോ. ഇത് നല്ലല്ലേ? ബെറിഞ്ചർ അല്ല, എങ്ങനെ വേണമെങ്കിലും പറയാം. ബെഹ്റിഞ്ചർ എന്ന് പറയാം, ബെറിഞ്ചർ എന്ന് പറയാം. ഉപയോഗിച്ചാൽ മതി സാധനം. ഞാൻ കൊള്ളാം കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോയിലേക്കൊരു അക്സസറി കൂടിയായി. ഇതില്ലെങ്കിൽ പണിയൊന്നും നടക്കത്തില്ല. ഇതല്ലെങ്കിൽ സ്പീക്കർ വേണം. സ്പീക്കർ മേടിക്കാൻ നമ്മളിതിപ്പോൾ ബഡ്ജറ്റ് ഇല്ല. നിങ്ങളുടെ ചാനലൊക്കെ ഒന്ന് പുരോഗമിച്ചിട്ട് വേണം സ്പീക്കറൊക്കെ മേടിക്കാൻ. തൽക്കാലത്തേക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഞാനിത് മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഭാര്യ എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നത്. ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നൊരു കുടുംബിനി. വെച്ച് നോക്കാം. തള്ളോ? അല്ലല്ല, എൻ്റെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകൾ. അടിപൊളി സാധനം. അതറിയത്തില്ല, അത് കാണാൻ കൊള്ളാം അല്ലേ? കൊള്ളാം. ഇത് വെച്ച് പൊളിക്കണം. നമ്മുടെ സ്റ്റുഡിയോയിൽ നമുക്ക് പുതിയ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് ഇറക്കണമെന്ന്. സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി, പക്ഷെ ഇങ്ങോട്ട് പ്രാബല്യത്തിൽ വന്നില്ല, ആക്റ്റീവായിട്ട് ശരിയാക്കണം. കൊള്ളാം എന്തായാലും കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പൊ ചാച്ചുവിനെ ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.